നിങ്ങൾ അൺഡിസിപ്ലിൻഡ് അല്ല, നിങ്ങൾ അൺട്രെയിൻഡ് ആണ്. ബ്രെയിനെ സ്ക്രോൾ ചെയ്യാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നു, ഡിസ്കംഫേർട്ടിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നു, ഫ്യൂച്ചറിന് പകരം ഇന്ന് തിരഞ്ഞെടുക്കാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നു. ബ്രെയിൻ നിങ്ങൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തത് അതുപോലെ തന്നെ ആക്ട് ചെയ്യും. ബട്ട് ഡിസിപ്ലിൻ ഈസ് നോട്ട് ഫൈറ്റിംഗ് ദ ബ്രെയിൻ, ഡിസിപ്ലിൻ ഈസ് ടീച്ചിങ് ദ ബ്രെയിൻ. അതിനെ തെറ്റാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ഇറ്റ് ഡിസ്ട്രോയ് യുവർ ഡ്രീംസ്. അതിനെ കറക്റ്റായി പഠിപ്പിച്ചാൽ ഇറ്റ് ബിൽഡ്സ് യുവർ ഡെസ്റ്റിനി. ദിസ് വീഡിയോ വിൽ ഷോ യു ഹൗ. വൈ വി ഫെയിൽ അറ്റ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇന്റലിജൻസ് വഴി വരുന്നതാണെങ്കിൽ ഇന്റലിജന്റ് ആയവർ ഒരിക്കലും ഫെയിൽ ആവില്ലല്ലോ. ഡിസിപ്ലിൻ മോട്ടിവേഷൻ വഴി വരുന്നതാണെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ കാണുന്നത് ഡിസിപ്ലിൻ ഉണ്ടാക്കിയേനെ. പക്ഷേ ഡിസിപ്ലിൻ ഡിസൈഡ് ചെയ്യുന്നത് ബ്രെയിൻ ആണ്, മൈൻഡ് അല്ല. ബ്രെയിനിൽ രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ഇമോഷണൽ ബ്രെയിൻ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഫാസ്റ്റ്, ലേസി, സർവൈവൽ ബേസ്ഡ്, ആൻഡ് ലോജിക്കൽ ബ്രെയിൻ വിച്ച് ഈസ് സ്ലോ, ഇഫേർട്ട് ബേസ്ഡ് ആൻഡ് ഫ്യൂച്ചർ തിങ്കിങ്. നമ്മുടെ ലൈഫിന്റെ ഭൂരിഭാഗവും ഇമോഷണൽ ബ്രെയിൻ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പഠിക്കേണ്ട സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്യുന്നത്, ഹെൽത്തി ഫുഡിന് പകരം ജങ്ക് ഫുഡ് ചൂസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യാതെ റിസൾട്ടിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ബ്രെയിൻ എന്നും ഒരു ചോദ്യം ചോദിക്കും: ഇപ്പോൾ എങ്ങനെ എനിക്ക് കംഫർട്ട് കിട്ടും? നോട്ട് സക്സസ്, നോട്ട് ഫ്യൂച്ചർ, ജസ്റ്റ് കംഫർട്ട്. ബ്രെയിനിൽ ലിംബിക് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡായി കൺസിഡർ ചെയ്യാം. നമ്മെ സേഫ് ആക്കി വെക്കുകയാണ് അതിന്റെ ജോബ്. ഇൻസൈഡ് ലിംബിക് സിസ്റ്റം അമിഗ്ഡാല പോർഷൻ ഉണ്ട്. അത് ഡിറ്റക്ട് പെയിൻ, ഡിറ്റക്ട് ഫിയർ ആൻഡ് അവോയ്ഡ് ഡിസ്കംഫർട്ട്. അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ, നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ, ഫോക്കസ് ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് വർക്ക് ചെയ്യാൻ നോക്കിയാൽ ഈ അമിഗ്ഡാല പറയും ഡേഞ്ചർ, ഡിസ്കംഫർട്ട്, സോ അവോയ്ഡ് ഇറ്റ്. സെൻഡ് സിഗ്നൽസ് ലൈക്ക് ലേസിനെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഐ വിൽ ഡു ഇറ്റ് ടുമാറോ. ഇത് വീക്ക്നെസ് അല്ല, ദിസ് ഇസ് ബയോളജി. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ തീ തൊട്ടുകയാണെങ്കിൽ ബ്രെയിൻ ആ പെയിൻ ഓർമ്മിച്ചു വെക്കും, പിന്നെ ഒരിക്കലും നമ്മൾ ഫയറിൽ തൊടാറില്ല. സെയിം വേ ഡിസിപ്ലിൻ ഒരിക്കൽ പെയിൻഫുൾ ആയി തോന്നിയാൽ ബ്രെയിൻ അതിനെ അവോയ്ഡ് ചെയ്യും. ഹൗ ചേഞ്ച് റിയലി ഹാപ്പൺ. നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബ്രെയിൻ റീവയർ ചെയ്യും. അതാണ് ന്യൂറോപ്ലാസ്റ്റിക്. ബിഗ് ഡ്രീംസ് ബ്രെയിനിനെ റീവയർ ചെയ്യില്ല. ബ്രെയിൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ട് യു ഡു അഗെയിൻ ആൻഡ് അഗെയിൻ, നോട്ട് വാട്ട് യു പ്ലാൻ, നോട്ട് വാട്ട് യു വിഷ്. സ്മോൾ എഫേർട്ട് റിപ്പീറ്റേഷനിൽ ചെയ്താൽ ഐഡന്റിറ്റി ചേഞ്ച് ആവും. ലൈക്ക് ഒരു 15 മിനിറ്റ് ഡെയിലി വായിച്ചാൽ ബ്രെയിൻ നിന്നെ ലേണറായി ലാബിൾ ചെയ്യും. 5 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്താൽ ബ്രെയിൻ നിന്നെ ഡിസിപ്ലിൻഡ് പേഴ്സൺ ആയി ലാബിൾ ചെയ്യും. ഡിസിപ്ലിൻ ഈസ് ഐഡന്റിറ്റി ട്രെയിനിങ്, നോട്ട് എഫേർട്ട്. ഭഗവത്ഗീത ആൻഡ് ബ്രെയിൻ സയൻസ്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഡു ദ ആക്ഷൻ, ഡോൺ വെറി അബൌട്ട് ഔട്ട്കം. കാരണം വെറി അമഗ്ഡാല പോർഷൻ ആക്ടിവേറ്റ് ചെയ്യും, ആൻഡ് ആക്ഷൻ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ചെയ്യും. ആക്ഷൻ ബ്രെയിനിനെ കാമാക്കും, ആൻഡ് ഓൾസോ ആക്ഷൻ ബിൽഡ്സ് ദ ഡോപ്പമൈൻ ലൂപ്പ്. ഔട്ട്കം ഒബ്സഷൻ kills the discipline process, build it. How to train discipline. Reduce friction. Make discipline easy to start. ബ്രെയിൻ സ്റ്റാർട്ടിങ്ങിനെ ഹേറ്റ് ചെയ്യും, കാരണം സ്റ്റാർട്ടിങ് അമിഗ്ഡേല ആക്ടിവേറ്റ് ചെയ്യും. സ്റ്റാർട്ടിങ് എന്നാൽ അൺസർട്ടനിറ്റി, എനർജി യൂസ്, പോസിബിൾ ഫെയിലിയർ. അതുകൊണ്ട് ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. സ്റ്റാർട്ടിങ്ങിലെ ഫ്രിക്ഷൻ കുറച്ചാൽ ബ്രെയിന് സ്റ്റാർട്ടിങ് സേഫ് ആയി ഫീൽ ചെയ്യും. ലൈക്ക് മോർണിംഗ് വാക്കിന് പോകണമെങ്കിൽ ഷൂസ് ബെഡിന്റെ അടുത്ത് വെക്കാം, പഠിക്കണമെങ്കിൽ ടേബിളിൽ ആവശ്യമായ ബുക്സ് എടുത്തു വെക്കാം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ അലാം ബെഡിൽ നിന്നും ദൂരെ വെക്കാം. എഫേർട്ട് കുറച്ച് മാത്രം മതിയെങ്കിൽ അമിഗ്ഡേല കാം ആകും, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആകും, റെസിസ്റ്റൻസ് കുറയും. ഡിസിപ്ലിൻ ബിഗിൻസ് ബിഫോർ വിൽ പവർ. ഇറ്റ് ബിഗിൻസ് വിത്ത് എൻവയോൺമെന്റ്. ഡോപ്പമൈൻ, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ബ്രെയിൻ ഡോപ്പമൈനിലാണ് റൺ ചെയ്യുന്നത്. ഡോപ്പമൈൻ പ്ലഷർ അല്ല, അത് റിപ്പീറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആണ്. ബ്രെയിൻ ഒരു ആക്ഷൻ ചെയ്യുകയാണ് എങ്കിൽ ചെക്ക് ചെയ്യുന്നു, വാസ് ഇറ്റ് വർത്ത് ഇറ്റ്. അതിൽ നിന്നും റിവാർഡ് കിട്ടുന്നു എങ്കിൽ ഡോപ്പമൈൻ കൂടും, ആൻഡ് അത്തരം ആക്ഷൻ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ബ്രെയിൻ നമ്മളോട് പറയും. പക്ഷേ അതിൽ നിന്നും ഒരു റിവാർഡും കിട്ടുന്നില്ല എങ്കിൽ ബ്രെയിൻ അതിനെ യൂസ്ലെസ് ആയി ലാബിൾ ചെയ്യും, ആൻഡ് ഡിസിപ്ലിൻ ഡൈസ്.
നമുക്ക് ഡിസിപ്ലിൻ നിലനിർത്തണമെങ്കിൽ ഒരു ആക്ഷനിൽ നിന്നും കിട്ടുന്ന റിവാർഡ് ഇമ്മീഡിയറ്റ്, സിമ്പിൾ ആൻഡ് കൺട്രോൾഡ് ആവണം. ഫോർ എക്സാമ്പിൾ, വർക്കൗട്ടിന് ശേഷം മ്യൂസിക് കേൾക്കാം, പഠിച്ചതിന് ശേഷം ഒരു ചോക്ലേറ്റ് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഡോപ്പമൈൻ സ്പൈക്സ്, ഹാബിറ്റ് ലൂപ്പ് ഫോംസ്, ബ്രെയിൻ സേ ഡു ദിറ്റ് അഗെയിൻ. അതുപോലെ തന്നെ പണിഷ്മെന്റും തീരുമാനിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പണിഷ്മെന്റ് ഈസ് നോട്ട് പെയിൻ, പണിഷ്മെന്റ് ഈസ് ലോസ് ഓഫ് കംഫർട്ട്. ലൈക്ക് വർക്കൗട്ട് സ്കിപ്പ് ചെയ്താൽ നോ ഫോൺ അറ്റ് നൈറ്റ്, എന്തെങ്കിലും ഒരു ടാസ്ക് സ്കിപ്പ് ചെയ്താൽ 30 മിനിറ്റ്സ് നേരത്തെ എഴുന്നേൽക്കുക. അതായത് ഇഫ് യു സ്കിപ്പ് ഡിസിപ്ലിൻ, റിമൂവ് എ പ്രഷർ, ലോസസ് അമിഗ്ഡേല ആക്ടിവേറ്റ് ചെയ്യും. സോ ബ്രെയിൻ ലേൺസ് അവോയ്ഡ് സ്കിപ്പിംഗ്, ഇറ്റ് കോസ് മീ. ഡിസിപ്ലിൻ ബിക്കം ഇമോഷണൽ, നോട്ട് ലോജിക്കൽ. ഫിക്സ് ടൈമിംഗ്. ബ്രെയിൻ റുട്ടീനെ ലവ് ചെയ്യുന്നു. സെയിം ടൈമിംഗ് മീൻസ് ലെസ് ഡിസിഷൻ മേക്കിംഗ്, ബട്ട് ഡിഫറെൻറ്റ് ടൈമിംഗ് more resistance. Like workout daily at 6 a.m., study daily at 8 p.m. Fixed timing bypass decision fatigue, turn actions into autopilot, moves control from emotional to habit. Discipline feels hard only before automation. Clear measurable end. ബ്രെയിന് ഓരോ ടാസ്കിൻ്റെയും എൻഡ് എപ്പോഴാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഹേറ്റ്സ് ഓപ്പൺ ലൂപ്പ്. Clear endings like 10 minutes, 3 page, 1 task. Completion dopamine റിലീസ് ചെയ്യുന്നു. ഡോപ്പമൈൻസ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദാറ്റ് മീൻസ് അത് നമുക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ഡോപ്പമൈൻസ് ടു സ്റ്റിറോട്ടോണിൻ. ന്യൂ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നും. അതാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ നമ്മെ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സൈറ്റ്മെൻറ്റ് പോകും ആൻഡ് പീപ്പിൾ ക്വിറ്റ്സ്. നത്തിങ് റോങ് വിത്ത് യു, യുവർ ബ്രെയിൻ ജസ്റ്റ് അഡാപ്റ്റഡ്. ഡോപ്പമൈൻ വരുന്നത് റിവാർഡ്, ന്യൂ ഫീലിംഗ്, അച്ചീവ്മെൻറ്റ്സ് എന്നിവയിൽ നിന്നാണ്. അത് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം എക്സൈറ്റ്മെൻറ്റ് ചേസ് ചെയ്യാതെ കാം ഫീലിംഗ്, റുട്ടീൻ, പ്രൈഡ്, ഐഡൻറ്റിറ്റി എന്നിവയിൽ ഫോക്കസ് ചെയ്യാൻ പഠിക്കാം. ലൈക്ക് ഐ ഫീൽ പീസ്ഫുൾ ആഫ്റ്റർ വാക്കിംഗ്. This is my daily routine. I am a disciplined person. ആ ഫീലിങ്സ് ആണ് സ്റ്റിറോട്ടോണിൻ, ആൻഡ് സ്റ്റിറോട്ടോണിൻ ഹെൽപ്പ് യു കണ്ടിന്യൂ. ഡിസിപ്ലിൻ എന്നത് ഒരിക്കലും ബീയിങ് ഹാർഡ് ഓൺ യുവർ സെൽഫ് അല്ല. ഇറ്റ് വാസ് അബൌട്ട് ബീയിങ് കൈൻഡ് ഇനഫ് ടു ട്രെയിൻ യുവർ ബ്രെയിൻ. യു ഡോണ്ട് ചേസ് യുവർ ലൈഫ് ഇൻ വൺ ബിഗ് മൊമെൻറ്റ്. യു ചേസ് ഇറ്റ് ഇൻ ക്വൈറ്റ് റിപ്പീറ്റഡ് മൊമെൻറ്റ്സ് വെൻ നോ വൺ ഈസ് വാച്ചിങ്. ടയേർഡ് ആണെങ്കിലും ഇൻസ്പിറേഷൻ ഇല്ല എങ്കിലും വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല എങ്കിലും യു സ്റ്റിൽ ഡു ദ വർക്ക്. ദോസ് ഡേയ്സ് ആർ നോട്ട് ലൗഡ് ബട്ട് പവർഫുൾ. പെർഫെക്ഷന് വേണ്ടിയോ മോട്ടിവേഷന് വേണ്ടിയോ കാത്തു നിൽക്കാതെ ജസ്റ്റ് ഡു ദ സ്മോൾ ആക്ഷൻ വിത്ത് കാം, പേഷ്യൻസ് ആൻഡ് ട്രസ്റ്റ്. Because the brain you train today is the life you live tomorrow. And this time you are not starting again, you are continuing.